പിള്ളേർക്ക് ഇപ്പൊ നമ്മളൊരാൾ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലല്ലോ. പിള്ളേർക്ക് ആഗ്രഹം പിള്ളേർ കഴിക്കും, പുള്ളിക്കാരന് ആഗ്രഹം പുള്ളി കഴിക്കും. അവൻ വന്ന് പാടുമ്പോ പാലക്കാട് ജില്ലയിലുള്ള ഒരു സ്പീക്കറും തികയാതെ വരട്ടെ, പുറത്തുനിന്ന് എടുക്കേണ്ടി വരട്ടെ. 4 വീഡിയോസാണ് പരിശോധിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനു എന്ന് പറയുന്ന സീരിയൽ ആക്ട്രസ് ടമർ പടാറിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നടി. വേടന് കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ, വലിക്കുകയാണെങ്കിൽ വലിക്കട്ടെ, അത് അയാളുടെ സ്വാതന്ത്ര്യം, എന്താ ചെയ്തോട്ടെ. അയാൾ അനുകരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ താല്പര്യമില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ അങ്ങനെ പറയില്ല. എന്നാൽ പൊതുബോധമില്ലാത്ത ആളുകൾ അങ്ങനെ പറയും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേടനെ കുടുക്കിയതിന് കൃത്യമായിട്ട് പണി 8ന്റെ പണി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് കിട്ടിയിട്ടുണ്ട്. SC ആക്ട് പ്രകാരം നല്ല കിടിലം പണി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, എത്രയൊക്കെ നമ്മൾ പുരോഗമിച്ചാലും മനസ്സിൻ്റെ അകത്ത് നിന്ന് മായാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ജാതീയത തന്നെയാണ്. നിങ്ങൾ ഇനി എത്ര ആളുകൾ കമന്റ് ഇട്ട് അതില്ല ഇല്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത രീതിയിൽ അതിവിടെ ഉണ്ട്. അവർണ സവർണ ബോധത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഏത് രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ അത് കൃത്യമായി കാണും. ഇങ്ങനെ കമന്റ് ഇടുന്ന പല ആളുകളും NSS, SNDP അങ്ങനെ ഓരോ ജാതീയ പ്രസ്ഥാനങ്ങളിലൊക്കെ അംഗങ്ങളായ ആളുകളായിരിക്കും. അവരാ പറയുന്നത് ഇവിടെ ജാതീയത ഒന്നും ഇല്ലട്ടോ എന്നുള്ളത്. എന്നും അടിച്ചമർത്തപ്പെടുന്നവർ തന്നെയാണ് ഇവിടെയുള്ള SC ST വിഭാഗം. തീർച്ചയായിട്ടും അതിനെ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റിമറക്കാൻ കഴിയില്ല. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വേടൻ വരാനിരുന്ന വേദിയാന്ന് എനിക്കറിയാം. ഇനിയൊരിക്കൽ ഇവിടെ അവൻ വന്ന് പാടുമ്പോ പാലക്കാട് ജില്ലയിലുള്ള ഒരു സ്പീക്കറും തികയാതെ വരട്ടെ, പുറത്തുനിന്ന് എടുക്കേണ്ടി വരട്ടെ. അത്ര ഗംഭീരമാവട്ടെ, അങ്ങനെ പരിപാടി ആവട്ടെ. എനിക്ക് ഇതിന്റെ ഇടയിൽ ഇരുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ ഒരു പുലിപ്പല്ല് വിഷയം കഴിഞ്ഞപ്പോ വേടന്റെ ഒരു വീഡിയോ വന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? വേടൻ തൃശ്ശൂരിലൊരു പ്രോഗ്രാം അവതരിപ്പിച്ചതാ. ലക്ഷക്കണക്കിന് ആളുകൾ, വളരെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലങ്ങൾ നിറഞ്ഞ് ജനസാഗരമായി എന്നുള്ളതാണ്. അയാളുടെ ആ ഒരു കലാസൃഷ്ടിയെ ഒരിക്കലും നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കെടുത്താൻ കഴിയില്ല. ആ തീ അങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കും, ഒരു തർക്കവും വേണ്ട. അയാൾക്ക് പറ്റിയ തെറ്റുകുറ്റങ്ങൾ അയാൾ തന്നെ തിരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്തിരി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അങ്ങനെ വലിയൊരു കലാകാരനെ MG ശ്രീകുമാറിനെ പോലെയുള്ള ഒരു വലിയ പാട്ടുകാരനെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു. പല ആളുകളും പറയാം എനിക്കും അറിയില്ലല്ലോ, പിന്നെ MG ശ്രീകുമാറിന് അറിയണം എന്താ നിർബന്ധം എന്നുള്ളത്. നിങ്ങൾക്കറിയില്ലായിരിക്കാം, നിങ്ങൾ പാട്ടുമായി ആ മേഖലയുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളായിരിക്കാം. ആ പാട്ടിന്റെ മേഖലയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ലക്ഷക്കണക്കിന് ആളുകളെ നിമിഷ നേരം കൊണ്ട് കൂട്ടാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാളെ കുറിച്ച് അറിഞ്ഞിരിക്കും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. MG ശ്രീകുമാറിന് അറിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. എന്തുകൊണ്ട് തെറ്റല്ല എന്ന് പറയുന്നു? അയാളെ പോലെയല്ല, അയാളെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു പാട്ടുകാരൻ, ഈ കാലഘട്ടത്തിലെ പാട്ടുകാരൻ അറിയില്ല എന്ന് പറയുമ്പോൾ, ഗാനമേളകളിൽ നിരന്തരം ഞാൻ പാട്ട് പാടുന്ന ആളാണ്, എനിക്ക് വേടനെ അറിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ല. ഓക്കെ, നമുക്ക് നേരെ അനുമോള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കേൾക്കാം. ലഹരിയൊക്കെ ഉപയോഗിക്കണേ അത് അവരുടെ ഇഷ്ടമല്ലേ, ലഹരി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് അല്ലേ, നമ്മളെന്തിനാ നോക്കണേ. വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തിന്റെ ഉള്ളിലുള്ള വ്യക്തി, അയാള് കഞ്ച വലിച്ചിരുന്നു, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അയാൾ തന്നെ പറയുന്നു, മക്കളെ ഒരു തെറ്റ് പറ്റിയതാടാ, ഞാൻ തിരുത്തി നല്ലൊരു മനുഷ്യനായിട്ട് മുന്നോട്ട് വരാമെന്നുള്ളത്. അത് അയാളുടെ താല്പര്യമില്ല. അയാളിനും വലിച്ചോട്ടെ എന്ന പ്രസ്താവനയിലൂടെ താങ്കൾ പറയുന്നത് ആരും വലിച്ചോട്ടെ, ആരും കുട്ടിച്ചോട്ടെ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ സോറി ബ്രോ, നോ കമന്റ്സ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. കാരണം നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വരില്ല എങ്കിൽ പോലും പലപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാകും. അവർ വിചാരിക്കും ഇപ്പൊ വലിച്ചാലും കുടിച്ചാലും നമ്മളെ താല്പര്യമില്ല എന്നുള്ളത്. അതൊരു തെറ്റായ പ്രസ്താവനയാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്, അത് വളരെ മോശമായി പോയി. വീണ്ടും അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അവരിഷ്ടമല്ലേ, അവരെങ്ങനെ വേണമെങ്കിലും ചെയ്തോട്ടെ പറയുമ്പോൾ വരും തലമുറ നശിച്ചു പോയിക്കോട്ടെ എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന വാക്കുകളാണ് അതൊക്കെ. ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അവർക്കതൊരു മോട്ടിവേഷനായിട്ട് മാറുകയും അനു ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുടിക്കാം എന്നുള്ളൊരു ധാരണ വരും. അപ്പൊ ആളുകൾ പറയും അങ്ങനെ അവള് പറഞ്ഞ കേൾക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ഉദാഹരണം ഞാൻ ചോദിക്കാം. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഈ വാർക്കപ്പണിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു ബന്ധം ഉണ്ടാവില്ല അല്ലെ. പക്ഷെ വാർക്കപ്പണിക്ക് ഉപയോഗിക്കുന്ന കമ്പിയുടെ പരസ്യത്തിൽ ഇവരൊക്കെ അഭിനയിക്കുമ്പോൾ ആ പരസ്യത്തിൽ കണ്ട ആ ഒരു കമ്പി നമ്മൾ വാങ്ങാറില്ല. എന്തുകൊണ്ടാ? മോഹൻലാലും മമ്മൂട്ടിയും പറയുന്നത് കൊണ്ടാ. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നുണയാണ്.
വേടൻ എല്ലാ പ്രോഗ്രാമിലും പറയുന്നുണ്ട് ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കല്ലേ, അത് നമ്മളെ കൊല്ലും, അത് ചാത്തനാണ് എന്ന് പറയാറുണ്ട്. ഒരിക്കലും ഞാൻ 2 കുടിക്കാറുണ്ട്, 2 വലിക്കാറുണ്ട്, നിങ്ങളും ചെയ്തു എന്ന ആൾ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. അതാണ് 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. അനു ഇവിടെ പറയുന്നത് മൃദുത്വമായിട്ട് ലഹരിയെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ്. അതൊരു വലിയ വെട്ടിത്തരാണ്. ഒരുപാട് പേര് സമൂഹത്തിൽ മാതൃകയാക്കുന്ന ഒരാളല്ലേ. ഒരുപാട് ചെറുപ്പക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലേ. പിള്ളേര് ഫോളോ ചെയ്യുന്നുണ്ട് ആളെ. പിള്ളേർക്ക് ഇപ്പൊ നമ്മളൊരാൾ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലല്ലോ. പിള്ളേർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കും, പുള്ളിക്കാരന് ആഗ്രഹമുണ്ടെങ്കിൽ പുള്ളി കഴിക്കും. അടിപൊളി. ഇവരേനൊക്കെ നമുക്ക് ലഹരി മുക്ത കേരളം എന്നുള്ള സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ മുന്നിൽ കൊണ്ട് ഇരുത്താൻ പറ്റുന്ന ആളാട്ടോ. അത്ര അടിപൊളിയാണ്. കുട്ടികൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ അവരുടെ താല്പര്യമല്ലേ എന്നല്ല പറയേണ്ടിയിരുന്നത്. അവിടെ തിരുത്തപ്പെടേണ്ട വാക്കുകളുണ്ട്. തീർച്ചയായിട്ടും അത്തരം ലഹരിയിലേക്ക് പോകുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ സമൂഹം നശിച്ച് നാറാണക്കല്ലെടുക്കുന്നത് നോക്കി നിന്ന് കൊഞ്ഞലം കുത്തുന്നവരാവരുത് നമ്മൾ. ഇവിടെ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായ തെറ്റ് അദ്ദേഹം തന്നെ തിരുത്താൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വാക്കുകളെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ അത് അയാളുടെ താല്പര്യമല്ലേ, കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ എന്ന് പറയുന്ന വാക്കുകൾ അത്ര നല്ലതൊന്നുമല്ല. ഓക്കെ, വളരെ നിർണായകമായിട്ടുള്ള ഒരു വോയിസ് കിട്ടിയിട്ടുണ്ട്. വേടൻ എന്ന് പറയുന്ന ആ ഒരു മഹാനായിട്ടുള്ള കലാകാരനെ കുടുക്കിയ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നു. അതുകൂടാതെ തന്നെ ഇതിന്റെ പിന്നിൽ നടന്ന വലിയ ഗൂഢാലോചന, ഈ കള്ളക്കേസ്, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വോയിസ് ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് ഉദ്യോഗസ്ഥർക്ക് പറ്റിയ കേവലമായൊരു വീഴ്ചയായിട്ടല്ല ഈ വിഷയത്തെ കാണേണ്ടത്. ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഒന്നാമതായി, അതായത് വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകനെ പോലീസ് പിടികൂടുന്നു. അദ്ദേഹത്തെയും കൂട്ടാളികളെയും കൂട്ടുകാരെയും പിടികൂടുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് മാലയിൽ പുലിപ്പല്ലുണ്ട് എന്ന് കാണുന്നു. വനം വകുപ്പ് വരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവർ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ യാതൊന്നും തന്നെ പാലിച്ചില്ല എന്ന് മാത്രമല്ല, അത് പുലിപ്പല്ലാണ് എന്നവർ ഉറപ്പിക്കുകയും പുലിപ്പല്ല് കൈവശം വെക്കുക എന്ന കുറ്റത്തിനുള്ള വകുപ്പ് ചാർത്തേണ്ടതിന് പകരം വേട്ട എന്ന് പറയുന്ന ഹണ്ടിങ് എന്ന് പറയുന്ന വകുപ്പ് ചാർത്തി അദ്ദേഹത്തെ 7 വർഷം തടവ് ഉറപ്പാക്കുന്ന ഒരു നടപടിക്രമത്തിനാണ് വനം വകുപ്പ് മുതിർന്നത്. ഈ ഒരു വാക്ക് പറഞ്ഞ സമയത്ത് പോലീസുകാർ അങ്ങനെ ഒരു FIR ഇട്ടപ്പോ ആദ്യം ഉയർന്നു വന്ന ഒരാളുടെ പേരുണ്ട്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ. അയാളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാലയ്ക്ക് എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോ, ജയറാമിന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയെ കുറിച്ച് ചോദിച്ചപ്പോ, ഒരുപാട് ആളുകളുടെ കഴുത്തിൽ കിടക്കുന്ന മാലകളെ കുറിച്ച് ചോദിച്ചപ്പോ, ആ ലോക്കറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോ കൃത്യമായിട്ട് ഫോറസ്റ്റ് വെള്ളം കുടിച്ചു എന്നുള്ളതാണ്. അവർക്ക് പേടിയായി. കാരണം തമ്പ്രാക്കന്മാരുടെ അടുത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം വേടൻ എന്ന ആ ഒരു വ്യക്തിയുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ്, ശ്രീലങ്കൻ ബന്ധമുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഒരു എന്താ പറയാ ആ രീതിയിലേക്കൊക്കെ പോയി. പക്ഷെ സുരേഷ് ഗോപിയുടെ കഴുത്തിലെ മാല ഇന്നലെ മുതൽ മാറിയിട്ടുണ്ട്. ഇപ്പോ ആ പുലിപ്പല്ല് കാണാനില്ല. എന്തോ ഒരു ചതുരക്കട്ടയായിട്ടുള്ള ഒരു മാലയാണ്, നിങ്ങളിപ്പോ സൈഡിൽ കാണുന്നുണ്ടോ, അതാണ് ഇപ്പോഴത്തെ മാലയൊക്കെ മാറി. അതൊക്കെ ആ സമയം തന്നെ മാറും എന്നുള്ളതാണ്. കേസ് ഒരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ കേസും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല അല്ലെ. കാട്ടിൽ കയറി വേട്ടയാടിയ വേടൻ എന്ന രീതിയിലായിരുന്നു ഇവിടെ പല ആളുകളും അടിക്കുറിപ്പോട് കൂടിയിട്ട് വാർത്ത പ്രചരിപ്പിച്ചത്. പക്ഷെ അതൊരു കള്ളക്കേസായിരുന്നു. ആ ഒരു പുലിപ്പല്ല് എന്ന് പറയുന്നത് പുലിപ്പല്ലാണോ എന്ന് പോലും അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല. കോടതി പറഞ്ഞ പരാമർശങ്ങൾ അതൊക്കെയാണ്. എന്തിനായിരുന്നു ഇത്ര ധൃതി എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും തുടർന്ന് കേൾക്കാം. തമ്പുരാന്റെ കഴുത്തിൽ കിടക്കട്ടെ, പറയുന്നില്ല കേട്ടോ വാക്കിന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് കടക്കേണ്ട യാതൊരുവിധ സാഹചര്യ തെളിവുകളോ മെറ്റീരിയൽ എവിഡൻസോ ഇല്ല എന്ന് കോടതി തന്നെ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ, ഈ വേടനെ കസ്റ്റഡിയിലെടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെ ഫാബ്രിക്കേറ്റഡ് ആയി ഒരു കള്ളക്കേസ് അദ്ദേഹത്തിന്റെ മേൽ ചുമത്താൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണത്. അത് അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ചെറിയൊരു വീഴ്ച പറ്റിയെന്ന് കാണാൻ പാടില്ല. രണ്ടാമതൊരു കാര്യം, ഇന്ത്യയിലെ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ വ്യക്തമായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ കള്ളക്കേസ് ചമയ്ക്കുന്നത് SC/ST അട്രോസിറ്റീസ് ആക്ടിന്റെ 6ാം ഉപവകുപ്പ് പ്രകാരം ഒരു കുറ്റകൃത്യമാണ്. അങ്ങനെ
വേടന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ഗായകൻ എന്നുള്ള സ്റ്റാറ്റസിനെയും അപകീർത്തിപ്പെടുത്തുവാനും അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുവാനും പരിശ്രമിച്ചിട്ട് ഇത് ഉദ്യോഗസ്ഥന്മാരൊരു ചെറിയ തെറ്റാണെന്ന് പറയാൻ പാടില്ല. രണ്ടാമതൊരു കാര്യം, എന്തിനാണ് ഈ വേടന്റെ അമ്മ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരാളാണ് എന്നതുകൊണ്ട് അത് അന്വേഷിക്കണമെന്ന് ഇവർ പറയാൻ കാരണമെന്താണ്? തെറ്റാണെന്ന് പറയുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞൊരു കാര്യം. ഇതെങ്ങനെയാണ് അനുബന്ധമായി വരുന്നത്? വാട്ട് ഈസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഫാബ്രിക്കേഷൻ? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കും വളരെ ബോധപൂർവമായി തന്നെ. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഒരു പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കാം. ഇതൊന്നും ബഹുജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിയമം അറിയുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. വളരെ കൃത്യമാണ്, വ്യക്തമാണ്. കോടതി പരാമർശിച്ചിട്ടുണ്ട്. ഇത് വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ആ കേസ് ഇദ്ദേഹത്തിന് മേൽ ചുമത്താൻ ഈ ഉദ്യോഗസ്ഥ വൃന്ദം തയ്യാറായത് ഗൂഢാലോചനാപരമാണ്. അത് SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കുറ്റകൃത്യമാണ്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം അത് മറച്ചുവെക്കുകയും ഇതൊരു വീഴ്ച മാത്രമാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ഞാനൊക്കെ ദീർഘകാലമായി ഈ മേഖലയിൽ നിൽക്കുന്ന ആളാ. ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ഇന്നലെ തന്നെ പെറ്റീഷൻ കൊടുത്തു DYSPക്ക്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കണം. സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോയി ഈ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കീഴാന്മാരാണ് എന്ന് നമ്മളെ അടിച്ച് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ നെഞ്ചത്തോട്ട് തിരിച്ചു കാലി വെക്കാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ടെന്ന് ഉറപ്പല്ലേ. SC/ST ആക്ട് പ്രകാരം ഒരു കേസങ്ങ് കൊടുത്താൽ ആള് നല്ല 8ന്റെ പണി വാങ്ങി അവിടെ ഇരിക്കുന്നുള്ളതാണ്. ഇപ്പോ പ്രമുഖരായ ആളുകളുടെ നെഞ്ചത്ത് കിടക്കുന്ന പുലിപ്പല്ലിനെ കുറിച്ചിട്ട് കേസ് ആരോ കൊടുത്തിട്ടുണ്ട്. അന്വേഷണം വല്ലതും നടക്കുമോ? എവിടെ നടക്കുന്നത്? അവരെ ഈ വേടനെ കൊണ്ടുപോയി നടക്കുക, അതേപോലെ തന്നെ തെളിവെടുപ്പ് നടത്തുമോ? ഇല്ല. ഇത് കൈവച്ചാ പൊള്ളുമെന്ന് കൃത്യമായിട്ട് വനം വകുപ്പിന് മനസ്സിലായി എന്നുള്ളതാണ്. ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകളെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വേറെ എന്ത് പറയാനാ. ഓക്കെ, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ അദ്ദേഹം നടത്തിയ പരിപാടിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കാണാം. വണക്കം 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 വണക്കം. എന്താ വിശേഷം? നല്ല വിശേഷം. സുഖല്ലേ? താങ്ക് യു സോ മച്ച് ഗൈസ്. എന്നെ ക്ഷണിച്ചതിന് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത്രയും വലിയ ക്രൗഡ് ഇത്രയും കുഞ്ഞ സ്ഥലത്ത് ഒരു കാര്യം പറയാം, കുറെ ആൾക്കാരുണ്ട്, കുറച്ച് പോലീസുകാരും കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളോ നമുക്കുള്ള കുറെ അമ്മമാരും കുറെ ആൾക്കാരും ഉണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നിൽക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ആള് എപ്പോഴും വളരെ കെയറിങ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറയും. ഈ കാര്യങ്ങളിലൊന്നും എല്ലാവരും വലിക്കണം, എല്ലാവരും കുടിക്കണം, എല്ലാവരും നശിച്ച് നാറാണക്കെല്ലാം എടുക്കണം എന്നല്ല പറയുന്നത്. എല്ലാവരും ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ MG ശ്രീകുമാർ പാട്ട് പാടും, അടുത്തതായി പാടുന്നത് എന്ന് പറഞ്ഞിട്ട് അടുത്ത പാട്ട് മെറക്കുടയായി മുഖമറയ്ക്കും മനല, ആ പാട്ടും പാടും, അല്ലെങ്കിൽ അടുത്ത പാട്ട് പാടും. പാട്ടൊക്കെ നമുക്ക് ഇഷ്ടം. അടുത്തു കഴിഞ്ഞാൽ അടുത്ത് പാടുന്നത് ഈ സാധനമേ ഉള്ളൂ. ഇതിന്റെ ഇടയിലൂടെ പറയുന്ന രാഷ്ട്രീയം, ഇതിനിടയിലൂടെ യുവാക്കളെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം, ഈ കേരള സമൂഹം അനുഭവിക്കുന്ന രാഷ്ട്രീയം വരികളിലൂടെ പറയുന്നു. ലോകം ചർച്ച ചെയ്യേണ്ട വരികൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കലാകാരനെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതൊന്നും നമ്മൾ അത്രത്തോളം അങ്ങ് ആഘോഷിക്കില്ല. അതൊക്കെ എതിർത്ത് തകർത്ത് തരിപ്പണാക്കി കയ്യിലങ്ങ് തരും, അത്ര തന്നെ. പിന്നെ എന്നെ അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും, കുറെ അമ്മയപ്പന്മാരൊക്കെ ഉണ്ട് ഇവിടെ. എന്റെ പേര് വേടൻ എന്നാണ്. ഞാൻ ഈ യുവജന സംഗീതമായ റാപ്പിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കുറെ അമ്മമാർക്ക് ഇവിടെ അറിയില്ല. ഒരു വിചാരിക്കും ഇവനെന്ത് തേങ്ങ സ്റ്റേജിൽ കയറി പാടണേന്ന്. അപ്പൊ കുറച്ചു നേരം എന്നെ സഹിച്ചോളോ, ദയവ് ചെയ്ത് പ്ലീസ്. വേടന അറിയില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ വേടന അറിയില്ല എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യം തന്നെയാണ്. നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് വേടൻ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അനുഭവിച്ച് തീർന്ന കാര്യങ്ങളും ഇനി അനുഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വരികളിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള കലാകാരന്മാര് എന്തെങ്കിലും തെറ്റിലേക്ക് പോകുമ്പോൾ തിരുത്തപ്പെടണം, അത് തിരുത്തുക തന്നെ വേണം.
അല്ലാതെ അയാളെ പിന്നിൽ നിന്ന് ചവിട്ടി താഴ്ത്തരുത്, അത്ര പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അയാളെ നശിപ്പിക്കാൻ നോക്കിയ ആളുകൾക്ക് എട്ടിന്റെ പണി കിട്ടുക തന്നെ വേണം. ഇന്നും എന്നും എപ്പോഴും തമ്പുരാൻ തന്നെയാണ് ഇവിടെ വാഴുന്നത്. അത് ചവിട്ടിക്കൂട്ടി കൂമ്പാരത്തിൽ ഇടേണ്ടത് നമ്മുടെ കടമയാണ്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.